അങ്ങനെ പണി കിട്ടി തോന്നുന്നു. ഒന്നെങ്കിൽ ഡൗട്ട് ചോദിച്ചാൽ ഈ ക്ലാമ്പ് എങ്ങനെ ചെയ്തേക്കുന്നത്, ക്ലാമ്പ് ചെയ്തേക്കുന്നത് ഈ വീഡിയോയുടെ ഇടയ്ക്കോ എല്ലാം ആഡ് ചെയ്തേക്കും. ഹലോ ഗൈസ്, ഞങ്ങളെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നു. വെച്ചാൽ ഇന്ന് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ. എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട്, എൻ്റെ പൊന്നു ഇത്രയ്ക്ക് സപ്പോർട്ടൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് കിട്ടുമെന്ന്. ഞാൻ വെച്ചാൽ ഒരാൾ 2 പേര് 3 പേര് അങ്ങനെയൊന്നും അല്ല. വീഡിയോ ഇട്ടവരെല്ലാവരും നല്ലൊരു ഇതിന് ഇഷ്ടപ്പെട്ട് വന്നവരാണെന്ന് തോന്നുന്നു. ഈ വണ്ടി NSനും ഫാൻ ബേസും ഒരുപാട് കേട്ടോ. വണ്ടി NS ഒന്നല്ല, വണ്ടി സ്നേഹിക്കുന്ന ഫാൻ ബേസ് ഒരുപാടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ ഈ ലൈറ്റിൻ്റെ മൊഡ്യൂൾ കംപ്ലൈൻറ്റ്, അപ്പോൾ അതൊന്ന് മാറണം. പിന്നെ റേഡിയേറ്ററിൻ്റെ ഇതൊന്ന് ശരിയാക്കണം. ഒരു വണ്ടി കഴിഞ്ഞ വീഡിയോ പറഞ്ഞ വണ്ടി ഫുള്ളൊന്ന് വാഷ് ചെയ്യണം. കഴിഞ്ഞ വീഡിയോ വാഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി, ഇതും ചെയ്യണം. അപ്പോൾ ഇതും സെറ്റാക്കണം. അപ്പം സപ്പോർട്ടെന്ന് വെച്ചാൽ ഈ ഒന്നും പറയല്ല കേസ്. ഞാൻ വീഡിയോ ഇട്ട ഞാൻ ഒന്നുമില്ലാതെ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ വിചാരിച്ചില്ല ഇത്രയും കിട്ടുമെന്ന്. കഴിഞ്ഞ വീഡിയോ ഒരു രക്ഷയില്ലാതെ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇന്നും ഈ വീഡിയോ എടുക്കാൻ വേണ്ടി, വെച്ചാൽ രണ്ടാമത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് തന്നെ. അപ്പം സപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല സപ്പോർട്ട്. എല്ലാവരും തോനെ ഡൗട്ടുകളെല്ലാം ചോദിച്ചിട്ടുണ്ട്. കളർ മാറിയിട്ടുണ്ടോ, ഈ ഹെഡ്ലൈറ്റ് എങ്ങനെ വെച്ചതെന്ന്. കളർ ഞാൻ ലീഗലി ബ്ലൂ തന്നെയാണ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല. പിന്നെ സ്റ്റിക്കേഴ്സ് ആവും, ഒരുവിധം സ്റ്റിക്കേഴ്സൊക്കെ 60% എന്തോ ആവാം. അതെ, ബ്ലാക്ക് ഉണ്ടായാണ് ബ്ലാക്ക് സ്റ്റിക്കർ തന്നെ ഒട്ടിച്ചേക്കുന്നത്. പിന്നെ ക്ലിയർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഡൗട്ട് ചോദിച്ചാൽ ഈ ക്ലാമ്പ് എങ്ങനെ ചെയ്തേക്കുന്നത്, ക്ലാമ്പ് ചെയ്തേക്കുന്നത് ഈ വീഡിയോയുടെ ഇടയ്ക്കോ എല്ലാം ആഡ് ചെയ്തേക്കാം. പിന്നെ തോനെ ആൾക്കാർ ചോദിച്ച് ഗ്യാസ്കറ്റിൻ്റെ വീഡിയോ ഇടാഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു വീഡിയോ എടുക്കുക, അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും എല്ലാം തോനെ മച്ചാമാർ എനിക്കൊന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ബ്രോ എന്താ ബ്രോ അതെങ്ങനെ ചെയ്ത് ഇതെങ്ങനെ ചെയ്ത്. അപ്പോൾ എല്ലാം നമ്മൾ പയ്യെ സെറ്റാക്കി തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് നമ്മൾ കമൻറ്റ് ചെയ്യട്ടോ, കമൻറ്റ് താഴെ, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുക, അങ്ങനെ എല്ലാം ചെയ്താൽ മതി. അപ്പം ഈ സപ്പോർട്ട് ഇനിയും കാണാൻ വേണം. ഈ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോക്ക് മാത്രമല്ല, ഇനി കാണുന്ന എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഷോറൂം ഒറ്റയ്ക്കാണ്, നമുക്ക് പാർട്സ് മേടിച്ചിട്ട് വരാം, സെറ്റാക്കുക നമുക്ക്. ഗൈസ് അങ്ങനെ ഷോറൂമിൽ സാധനമൊക്കെ മേടിച്ച് തരാനായിട്ട് വണ്ടി ഇരിക്കുന്നതാണ് ലുക്കായിരുന്നു. ഓക്കെ, പോകാം. അങ്ങനെ ഞങ്ങൾ ഇത് സെറ്റാക്കി ബാഗ് കിട്ടുമ്പോൾ തെറിക്കാം. അതിന് മുമ്പ് ഷോറൂമുകാർ വന്നില്ല, നമുക്കില്ല. പക്ഷേ ഇതൊന്ന് ഭയങ്കര ലൂസ്. അപ്പോൾ ഇതൊന്നുമില്ല, ബ്രോ എടുത്തൊന്ന് ചോദിച്ച് സെറ്റാണ്. ഗായ്സ് അങ്ങനെ പണി കിട്ടി തോന്നുന്നു. ഒന്നെങ്കിൽ ഇതിൻ്റെ ലിവർ മാറണം, അല്ലെങ്കിൽ ഈ അകത്തുനിന്ന് ഷാഫ്റ്റ് മാറണം. എന്തായാലും 8 വേണം. അപ്പോൾ ഇത് നമുക്ക് കൊണ്ട് വീട്ടിൽ പോയി സെറ്റാകാം. ഗായ്സ് ഇങ്ങനെ നിങ്ങൾ ഇൻട്രോയെ കണ്ടണക്ക് നമ്മൾ ഇന്ന് ഇതിൻ്റെ മൊഡ്യൂൾ മാറാൻ പോയെന്ന് വെച്ചാൽ നമ്മൾ ഡൊമിനാറിൻ്റെ ഹെഡിൻ്റെ അകത്ത് പിക്സൽ ചെയ്തിട്ടുണ്ട്, പിക്സൽ RGB ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്ന് കംപ്ലൈൻ്റ് ആയിട്ട് എൻ്റെ മൊഡ്യൂൾ എന്താ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് അഴിച്ചത് മാറാം. ഇത് അഴിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഞാൻ തന്നെ കസ്റ്റം ചെയ്തെടുത്ത ക്ലാമ്പാണ്. UST ഫോർക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ക്ലാമ്പാണ്. അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത ക്ലാമ്പാണ്. അപ്പോൾ ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്. സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് എങ്ങനെ വെക്കുന്നത് അതേ കണക്ക് തന്നെ ഇതും ബോൾട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ വരും, ഇവിടെയും വരും. അങ്ങനെ 4 ബോൾട്ട് വരും. അപ്പോൾ ഈ 4 ബോൾട്ട് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ക്ലാമ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഈ വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ ഇടയ്ക്കായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഈ ക്ലാമ്പ് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഞാൻ കാണാം. ഇപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതായിട്ട് ഇത് അഴിക്കാവുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ആളില്ല. അപ്പം ഇത് അഴിച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. പിന്നെ ഈ ക്ലാമ്പിന് പ്രത്യേകം എന്താണ്, ഈ 2 നട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഈ ക്ലാമ്പ് നമുക്കിങ്ങനെ ഈ ഹെഡിങ്ങനെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഫുൾ അഴിച്ചെടുത്താലേ നമുക്ക് ഇതിൻ്റെ മൊഡ്യൂൾ മാറാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ. അപ്പോൾ ഇത് ഫുൾ അഴിച്ചെടുത്തിട്ട് നമുക്ക് മൊഡ്യൂൾ മാറാം. അപ്പം ഈ 2 നട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് മൊഡ്യൂൾ എന്ന് വെച്ചാൽ അകത്തായതുകൊണ്ട് എനിക്കത് മൊത്തം അഴിച്ചിടാം. അപ്പോൾ നമുക്ക് മൊത്തം അഴിച്ചെടുത്തിട്ട് മൊഡ്യൂൾ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ എല്ലായിട്ട് മൊത്തം അഴിച്ചെടുത്തിട്ടുണ്ട്. അഴിച്ചെടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്താണ് മൊഡ്യൂൾ ഇരുന്നത്. ഞാൻ തന്നെ കസ്റ്റഡി ചെയ്തെടുത്തപ്പോൾ നമ്മൾ ഇവിടെ ഹോളിട്ടാണ് വയർ പുറത്തെടുത്തേക്കുന്നത്. ഇത് നെഗറ്റീവ് വരും, ഇത് പോസിറ്റീവ് വരും, പിന്നെ ഇത് ഗ്രൗണ്ട് വരും. അപ്പോൾ ഈ മൊഡ്യൂൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് സെറ്റാക്കാം. എന്നിട്ട് ഇത് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ക്ലാമ്പ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ ഒരു ക്ലാമ്പ് എടുക്കണം. ക്ലാമ്പ് എടുത്ത് കണക്കാക്കിയിട്ട് പിന്നെ ഇവിടെ ഒരു ക്ലാമ്പ് ഇട്ട് ഇവിടെയും ഡ്രില്ല് ചെയ്യണം, ഇവിടെയും ഡ്രില്ല് ചെയ്യണം. എന്നിട്ട് ഗ്രൈൻഡർ വെച്ച് നടുക്കി ഇങ്ങനെ കട്ട് ചെയ്യണം. അത് കണക്കാൻ ഇപ്പുറത്തെ സൈഡും, അത് കണക്കാൻ ഇപ്പുറത്തെ താഴെയും. പിന്നെ സ്ട്രൈറ്റ് ക്ലാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി ഇത് കഴിഞ്ഞ്. പിന്നെ നമ്മൾ നട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് കണക്ക് സ്പേസർ ഇട്ടിട്ട് വേണം നട്ട് ക്ലാമ്പ് ചെയ്ത് വെക്കാം. അത് വേണേൽ അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ വേണേൽ ചെയ്ത് കൊറിയർ അയച്ചു തരാം. അപ്പം ഇത് മാറ്റിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ മൊഡ്യൂൾ അല്ലായിരുന്നു കംപ്ലൈൻറ്റ്.
നമ്മളകത്ത് വെച്ച് 6 GB ആയിരുന്നു കംപ്ലൈൻറ്റ്. അതുകൊണ്ട് നമുക്ക് ആ പ്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറയാൻ. ക്ലാമ്പ് ഇപ്പോൾ ഈ കസ്റ്റമായിട്ട് ക്ലാമ്പ് ചിലവരൊക്കെ പണിഞ്ഞേക്കും, ഒരു സൈഡ് താന്ന് ഒരു സൈഡ് പൊങ്ങി. ഞാനും അതാണ് ആദ്യമേ പണി വെച്ചിരുന്നത്. പിന്നാണ് ഈ മെത്തേഡിലേക്ക് വന്നത്. അപ്പം ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു എൽ ക്ലാമ്പ് യൂസ് ചെയ്യണം. ഇപ്പം യൂസ് ചെയ്തേക്കുന്നത് വെച്ചാൽ ഡ്യൂക്ക് 200 T സ്റ്റെമ്മാണ്. T സ്റ്റെമ്പ് അപ്പർ പ്ലേറ്റ് ഡൊമിനാറ്. എപ്പോഴും യൂസ് ചെയ്താലും അപ്പർ പ്ലേറ്റ് ഡൊമിനാൻ്റ് യൂസ് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. എന്ന് വെച്ചാൽ ക്ലാമ്പ് ചെയ്യാൻ പക്കായിട്ട് നമുക്ക് ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു എൽ ക്ലാമ്പ് കൊടുത്ത്, പിന്നെ ഇതിൻ്റെ നടുക്ക് എൽ ക്ലാമ്പ് കൊടുത്തത് ഇവിടെ സ്ക്രൂ ഉണ്ട്, അപ്പോൾ ആ സ്ക്രൂ ഇടുക. പിന്നെ ഇതിൻ്റെ നടുക്കൊരെണ്ണം ഇടുക. പിന്നെ ഈ എൽ ക്ലാമ്പല്ല, സ്ട്രൈറ്റ് ക്ലാമ്പ്. സ്ട്രൈറ്റ് ക്ലാമ്പ് 2 തരമുണ്ട്. ഇതിന് നീളം കുറഞ്ഞുകൊണ്ട് നീളം കൂടിയതുണ്ട്. മാക്സിമം നീളം കൂടിയ ക്ലാമ്പ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നീളം വെച്ച് നമ്മൾക്ക് ഇവിടെ സ്പേസർ ഇട്ടിട്ട് സാധാ നമ്മൾ NSൻ്റെ ഹെഡിലോട്ട് കണക്ട് ചെയ്താൽ മതി. അതാണ് ഒരു മെത്തേഡ്. താഴെ ചെയ്യേണ്ട അങ്ങനെ പ്രൊസീജിയറാണ്. മേലോട്ടുള്ള പ്രൊസീജിയർ എന്ന് വെച്ചാൽ എൽ ക്ലാമ്പ് ഇട്ട് ആദ്യമേ അപ്പർ പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്യണം. എന്നുവെച്ചാൽ ഇത് ഞാൻ ഒരു ഹെഡിച്ച് താന്ന് നിൽക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഒന്നും കാണത്തില്ല, പക്കണൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അടുപ്പിച്ച് വെച്ച് ക്ലാമ്പ് ഇട്ടാൽ മതി. എന്നിട്ട് ഇവിടെ ഒരു ഡ്രില്ല് ചെയ്യുക, ഇവിടെയും ഡ്രില്ല് ചെയ്യുക, എന്നിട്ട് നേരത്തെ കട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രൊസീജിയർ. എന്നിട്ട് നമ്മൾ നോർമലി നട്ടിടുന്ന കണക്ക് താണ്ടേ, ഇതാണ് നമ്മൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ അത്ര സ്ക്രൂ വേണ്ട, ഇത് ഇങ്ങനെ വയ്ക്കുക. കാണിച്ചു തരാം. ഹെഡ് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വയ്ക്കുക, സ്ക്രൂ ഇടുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ. ഇപ്പം ഒറ്റയ്ക്ക് വേണ്ട ഇത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം മാക്സിമം ഇത് ചെയ്യാൻ ഇനിയും പറ്റിയില്ലെങ്കിൽ ഇത് എനിക്ക് DM ചെയ്താൽ ഞാൻ ചെയ്ത് കൊറിയർ അയച്ചു തരാം. വലിയ പാടൊന്നുമില്ല, ഏതൊരാൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള വർക്ക് എന്തെങ്കിലും ഉണ്ട് DM ചെയ്യാൻ ചെയ്ത് കൊറിയർ അയച്ചു തരാം, അതൊന്നും വിഷയമില്ല. അപ്പം ഇത് മൊത്തം സെറ്റ് ചെയ്ത് പഴയ രീതി ആക്കിയിട്ട് ഞാൻ വന്ന് കാണിച്ചു തരാം ബാക്കിയല്ല. അങ്ങനെ ഹെഡ്ലൈറ്റ് മൊത്തം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് റേഡിയേറ്ററിൻ്റെ ഈ ഒരു പോർഷൻ മാറണം. എന്ന് വെച്ചാൽ ഇത് മൊത്തം പോയി വെയിലൊക്കെ അടിച്ച് നാശമായി. അപ്പം നമുക്കിത് റേഡിയേറ്റർ ഉണ്ടോ കൂളൻ്റ് ഉണ്ടോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇത് മാറണം. അപ്പം ഹെഡ്ലൈറ്റ് വേണ്ട, കറക്റ്റ് പക്ക ഫിനിഷിലിരിക്കുമോ, ഒരു കുഴപ്പവുമില്ല. വേണ്ടേ നമ്മൾ ഇത് കണക്ക് ചെയ്യുമോ, പറഞ്ഞു തന്നല്ലോ പ്രൊസീജിയറാ. ഇവിടെ ഇങ്ങനെ പ്രൈസർ ഇടുക, എന്നിട്ട് നമ്മൾ സ്ക്രൂ കയറ്റുക. അതാണ് ഇങ്ങനെ താഴെയും സ്പേസർ ഇട്ടിട്ട് സ്ക്രൂ ഇടുക. അപ്പോൾ അതാ ഒരു ഷേക്കോ ഒരു കുലുക്കോ ഒന്നും വരിക, പക്ക കണക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കണക്ക് എല്ലാവരും മാക്സിമം ഇത് കണക്ക് തന്നെ ചെയ്യുമോ. 4 ക്ലാമ്പ് 4 സൈഡിലും വീഴുന്നതുകൊണ്ടാണ് ഷേക്കോ കുലുക്കോ ഒന്നും വരത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് മൊത്തം അഴിച്ച് സെറ്റാക്കട്ടെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഫുള്ളൊന്ന് വാഷ് ചെയ്യണം. ഫുള്ള് എന്ന് വെച്ചാൽ ചെയറൊക്കെ അടിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കമൻറ്റ് ചെയ്ത കാര്യം ഈ ക്ലാമ്പിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത് പറഞ്ഞത്. പക്ഷേ ഹെഡ്ലൈറ്റ് എന്തായാലും കത്തിയില്ല. അതെന്തായാലും നമ്മൾ കസ്റ്റം ചെയ്യുക. ആർക്കെങ്കിലും ഡൊമിനൻ്റ് ഹെഡ്ലൈറ്റ് കൈയുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് കേട്ടോ. നല്ലൊരു പ്രൈസാണ് ഞാൻ എടുത്തേക്കാം. എന്നിട്ട് ഫുള്ള് വാഷ് ചെയ്ത് സെറ്റാകണം. വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് നേരത്തെ കഴിഞ്ഞ ഓയിലൊക്കെ കഴിഞ്ഞ വീഡിയോ ഫസ്റ്റ് വീഡിയോ കണ്ടല്ലോ. ഫസ്റ്റ് വീഡിയോ ഒരിക്കലും എന്ത് പൊന്നെ ഇത്ര സപ്പോർട്ടോ. NS പറഞ്ഞാൽ ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ വരെ ചോദിച്ചു. ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. അപ്പം ഈ വണ്ടിയുടെ ഈ NS എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണെന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ചില്ല ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒടുക്കത്തെ സപ്പോർട്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയും പറയത്തുള്ളൂ, വേറൊന്നുമില്ല. അപ്പം നമുക്ക് ഇതും കൂടെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം എല്ലാവർക്കും. അങ്ങനെ നമ്മൾ സർവീസ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആരും വന്നുടനെ എടുത്തിട്ട് വണ്ടി കഴുകാനൊന്നും കൊടുക്കരുത്. എഞ്ചിനൊക്കെ തിളച്ച് ഞാൻ ഇപ്പം ഒരു 20-25 കിലോമീറ്റർ ഓടിയിട്ട് വന്ന് എഞ്ചിനൊക്കെ നല്ല വെട്ടിത്തിളച്ചിരിക്കുക. വണ്ടി ഫുള്ള് കണ്ടോ ചേറടിക്കും. പിന്നെ ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ റേഡിയേറ്ററിലേക്ക് വലിയ അടിയൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ റേഡിയേറ്ററിലേക്കൊക്കെ ചെളി അടിച്ച് നമ്മൾ റോഡിൻ്റെ അവസ്ഥ ഇപ്പം മഴക്കാൻ നല്ല കട്ട മഴ. അപ്പോൾ ആരും വന്നുടനെ ഒന്നും വണ്ടി എടുത്ത് കഴുകാനൊന്നും കൊടുക്കരുത്. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഒന്നും കഴുകിയിട്ട് നമുക്ക് ഈ വണ്ടി സെറ്റാക്കി തന്നെയായിരിക്കും. അപ്പോൾ ഇനി വണ്ടി കഴുകുന്ന ഒരു ചെറിയ വിഷ്വലാണ് ആഡ് ചെയ്തേക്കാം. അപ്പോൾ സെറ്റാക്കാൻ പറ്റും. ഗായ്സ് അങ്ങനെ നമ്മൾ ഫുള്ള് വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. സൗണ്ട് ഉണ്ടായിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ എല്ലാവരും കമൻറ്റ് ഇട്ടാൽ ഇതിന് എത്ര കോസ്റ്റായി അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങളെന്ന് കമൻറ്റ് ഇട്ടാൽ നമ്മൾ ആ വീഡിയോ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ വാഷ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പരിപാടി സെറ്റാക്കാം. ഗായ്സ് അങ്ങനെ നമ്മൾ വണ്ടി ഫുള്ള് ഫോമൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് മാറണം. റേഡിയേറ്റർ കൂളൻ്റ് അല്ല, എൻ്റെ ഒരു കവർ മാറണം. അപ്പോൾ അത് മാറിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാം. ഗൈസ് ഇതങ്ങനെ പിറ്റേ ദിവസമാണ്. ഇന്നലെ നമുക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് ഇത് റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് മാറാൻ പറ്റില്ല. കൂളൻ്റ് അല്ല, ഈ ഒരു ക്യാം മാറാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മാറാന്ന് വെച്ചാൽ ഇത് അഴിക്കേണ്ടത് വെച്ചാൽ ആദ്യം ഈ 2 സ്ക്രൂ അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തൊരു 2 10-ൻ്റെ ടീ ഉണ്ട്. നട്ടാണ്. അപ്പോൾ അത് അഴിച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ അഴിച്ച് ഇത് മാറിയിട്ട് ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ ഫുൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചാൽ ഈ ഓസ് നമ്മളിപ്പോൾ ഇടുന്നില്ല, പിന്നെ ടാങ്ക് അഴിക്കുമ്പോൾ ഇടും. അപ്പം ടാങ്ക് അഴിക്കാൻ നമുക്ക് ഓസ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കൂളൻ്റ് ഒന്നും മാറും. കൂളൻ്റ് നമ്മളിപ്പോൾ ഒരു 2 ആഴ്ച അടുപ്പിച്ച് ആയതോ, വലിയ കിലോമീറ്റർ ഒന്നും പറ്റില്ല കൂളൻ്റ്. അതുകൊണ്ട് നമ്മൾ കൂളൻ്റ് മാറുന്നില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ കൂളൻ്റൊക്കെ മാറി, അല്ല കൂളൻ്റ് എപ്പോഴും കൂളൻ്റ് കൂളൻ്റല്ല, നമ്മളെ കവറൊക്കെ മാറി കൂളൻ്റൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കടന്ന് തന്നെ ഫില്ല് ചെയ്ത്. ഇത് കണ്ട ഫുള്ള് ദ്രവിച്ച് ഒരു നാശമായി പോയി. ഇപ്പം ഇതുണ്ട്, ഇതിപ്പോൾ നൈസായി. ഇപ്പം കൂളൻ്റ് അറിയാനൊക്കെ ബെറ്റർ ഇതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ തന്നെ. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. എല്ലാം യൂട്യൂബേഴ്സും പറയുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോ കാണാം. അപ്പം ഗുഡ് ബൈ.